എല്ലാ കാര്യം പറയാം അമ്മൂമ്മ. എല്ലാ കാര്യം വന്ന് പറയാം. ഇവളാണ് വൺ ഓഫ് ദ ഫേവറേറ്റ് ഇത് ഗ്രാൻഡ് ചൈൽഡ്. അതെ. അപ്പൊ എല്ലാ കാര്യവും മറ്റേ എന്താ നറേഷൻ ഭയങ്കരമാണ്. ഒരു ശ്വാസം വിടുന്നത് പോലും മിസ് ചെയ്യാതെ എല്ലാം ഒന്ന് ഷെയർ ചെയ്യും. അമ്മയ്ക്ക് അതിലൊരു ഭയങ്കര എക്സൈറ്റ്മെന്റ്. ചില സിനിമകൾ നമ്മൾ പറയൂലേ പണ്ട് ഇറങ്ങേണ്ടതല്ല ഇപ്പൊ ഇറങ്ങേണ്ടതാണെന്ന് എന്ന് പറഞ്ഞ പോലെയാണ് അമ്മൂമ്മ. അമ്മൂമ്മ അടിപൊളിയാണ്. അമ്മൂമ്മ ഒരു മോളുടെ കാര്യം വേറെ മോളത് പറയൂല. അത് ചോദിച്ച അമ്മൂമ്മ ഭയങ്കരമായിട്ട് അമ്മൂമ്മ മറ്റേ കൊച്ചുമോള് വന്നില്ലെന്ന് ഞാൻ ചോദിച്ചില്ല. അമ്മൂമ്മ ശ്രദ്ധിക്കാ പിന്നെ സെക്കുട്ടി കിട്ടില്ലോ എല്ലാം പഠിച്ച ആളാണ്. അത് അങ്ങനെ, അതായത് അതിന് ശ്രദ്ധിച്ചാലേ എന്റെ അടുത്തൊരു ദേഷ്യവും അല്ലെങ്കിൽ അവൻ അങ്ങനെ ചോദിച്ചാന്നൊക്കെ ചിന്തിക്കുള്ളൂ. അതുപോലെ ഇപ്പൊ നമ്മള് റിലേഷനിലാവണതിന് മുമ്പ് ഒരുമിച്ച് പോകായിരുന്നു അമ്മൂമ്മയെ കാണാൻ. കാര്യം അമ്മൂമ്മയ്ക്ക് ഞാൻ 10ാം ക്ലാസ് വെക്കേഷനിലാണ് ഞാൻ അവിടെ പോകുന്നത്. ഇപ്പൊ തൊട്ട് അമ്മൂമ്മയ്ക്ക് എന്നെ അറിയാം. ഇത് അന്നത്തെ അർജുനാണെന്ന് സന്തോഷം. ഇപ്പൊ എന്തിന് ഇപ്പൊ സ്വാഭാവികമായിട്ട് അന്നത്തെ അർജുന എന്തിന് ഇപ്പൊ വന്നതെന്നൊന്നും ചോദിച്ചിട്ടില്ല. കാര്യം താരാ കല്യാണം അറിയാതെ നമ്മൾ എന്തായാലും അവിടെ പോകും. ജനറേഷൻ തെറ്റി ജനിച്ച ഒരാളാണ്. അത് കഴിഞ്ഞ് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോഴും അമ്മൂമ്മ ഉടനെ എനിക്ക് അപ്പോഴേ തോന്നിയിരുന്നു ഇങ്ങനെ തുപ്പിക്കൊണ്ട് വരുന്ന അമ്മൂമ്മ അല്ലായിരുന്നു. അമ്മൂമ്മ പറഞ്ഞ അടിപൊളിയാ. അപ്പൊ അവൾ ഫുൾ ടൈം കൂടെ നടക്കുന്ന ഒരു ഫ്രണ്ട് അല്ലേ. അപ്പൊ അവര് തന്നെ കല്യാണം കഴിക്കണതാണ് നല്ലത്. അവൾക്ക് ഇഷ്ടമുള്ള ആളെ അവളെ കല്യാണം കഴിക്കട്ടെന്ന് പറഞ്ഞു. എനിക്കിതൊക്കെ ഭയങ്കര അത്ഭുതമായിരുന്നു. എന്റെ അമ്മൂമ്മ അന്ന് മരിച്ചു. എന്റെ അമ്മൂമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇതെങ്ങനെയായിരുന്നു എടുക്കണേന്നൊക്കെ ഞാൻ ചിന്തിച്ചു. ഒരിക്കലും ഇങ്ങനെയൊന്നും ആയിരിക്കൂല. ഇപ്പൊ എന്റെ അമ്മൂമ്മയെ കൊണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും അങ്ങനെ ആയിരിക്കില്ല എടുക്കുന്നത്.